കഴിഞ്ഞ 10 വർഷത്തിനിടെ കെടുകാര്യസ്ഥതയുടെയും സാമ്പത്തിക അരാജകത്വത്തിന്റെയും കേന്ദ്രമായി കൺസ്യൂമർ ഫെഡ് അധപതിച്ചുവെന്ന റിപ്പോർട്ട്. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിജസ്ഥിതി അവലോകന റിപ്പോർട്ടിലാണ് കൺസ്യൂമർ ഫെഡിന്റെ തകർച്ചയുടെ ആഴം തെളിയിക്കുന്ന വിവരങ്ങളുള്ളത്. റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കൺസ്യൂമർ ഫെഡ് കഴിഞ്ഞ 10 വർഷത്തിനിടെ നേരിട്ട തകർച്ച വിവരിക്കുന്നതാണ് MD ടോമിൻ ജെ തച്ചങ്കരി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട്. ഫെഡറേഷന്റെ വ്യാപാര പ്രവർത്തനങ്ങളും സാമ്പത്തിക സ്ഥിതിയും പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെടുത്തുന്ന റിപ്പോർട്ട് ഭരണപരമായ കെടുകാര്യസ്ഥത തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന് വിവരിക്കുന്നു. കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികൾക്ക് സ്ഥാപനത്തോട് പ്രതിബദ്ധതയില്ലെന്ന വിമർശനത്തോടെയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. IAS, IPS ഉദ്യോഗസ്ഥരാകണം മാനേജിംഗ് ഡയറക്ടർ എന്ന വ്യവസ്ഥ അട്ടിമറിച്ചാണ് ഫെഡറേഷനിൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. കോളേജ് അധ്യാപകർ, ജലസേചന വകുപ്പിലെ എഞ്ചിനീയർ, സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാർമാർ എന്നിവരെ ഈ വിധം നിയമിച്ചിട്ടുണ്ട്. ഇവർക്ക് വ്യാപാര കാര്യങ്ങളിലെ പരിജ്ഞാനമില്ലായ്മയും വൈദഗ്ധ്യത്തിന്റെ പോരായ്മയും സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കി. രണ്ടാം നിരയിലുള്ള ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം വിദ്യാഭ്യാസ യോഗ്യതയോ കാര്യപ്രാപ്തിയോ ഇല്ലാത്തവരാണ്. 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ജീവനക്കാരിയാണ് ധനകാര്യ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പാക്കിംഗ് ജോലിക്ക് വേണ്ടി കരാറടിസ്ഥാനത്തിൽ വന്ന ജീവനക്കാരിയെ റീജിയണൽ മാനേജറാക്കി പ്രതിഷ്ഠിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണ്. ഡിഫാം കോളേജ്, ശുശ്രൂഷ ക്ലിനിക്ക്, കോഫി ഹൗസ് തുടങ്ങി കൺസ്യൂമർ ഫെഡിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾ ആരംഭിച്ചത് ഫെഡറേഷന്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടി. കൺസ്യൂമർ ഫെഡിനെ രക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളോടെയാണ് 18 പേജ് വരുന്ന ഈ റിപ്പോർട്ട് പൂർണ്ണമാകുന്നത്. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.